കേരളത്തിൽ കോൺഗ്രസ് മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് ശശി തരൂർ. കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റ് സാധ്യതകളുണ്ടെന്ന് തരൂരിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കോൺഗ്രസിൽ ശക്തമായ നേതൃത്വം ഇല്ലെന്നും തരൂർ തുറന്നടിച്ചു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങൾ തരൂർ വ്യക്തമാക്കിയതിന് പിന്നാലെ കോൺഗ്രസിന് അതുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധിയും ചെറുതല്ല. അതിർപ്പൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, സമീപകാലത്ത് ഉണ്ടായതിൽ വെച്ച് വലിയ പ്രതിസന്ധിയാണ് കേരളത്തെ കോൺഗ്രസിൽ അലട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തരൂരിൻ്റെ ചില വാക്കുകളാണ്. തരൂര് ഇന്ന് വ്യക്തമാക്കിയത് തന്നെ പാർട്ടിക്ക് വേണ്ട എങ്കിൽ തൻ്റെ മുന്നിൽ മറ്റ് വഴികളുണ്ട് എന്നതാണ്. അതൊരു മുന്നറിയിപ്പായി കേരളത്തിലെ നേതാക്കൾ കാണുന്നു. തരൂരിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആശങ്ക കേരളത്തിലെ നേതാക്കൾക്കുണ്ട്. അതാണ് ആദ്യ ലേഖനത്തിൽ തരൂരിനെ പ്രകോപിച്ച പല നേതാക്കളും ഇപ്പോൾ അത്രയ്ക്ക് തരൂരിനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വാക്കുകളിലേക്ക് പോകുന്നില്ല. ഏകദേശം മയപ്പെടുത്തിയ സമീപനങ്ങളായിരുന്നു പല നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്ന് രമേശ് ചെന്നിത്തല ഈ വിവാദങ്ങളോട് താൻ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതും, സാധാരണ പല കാര്യങ്ങളിലും വളരെ പ്രകോപനത്തോടെ സംസാരിക്കുന്ന കെ മുരളീധരൻ അടക്കം വലിയ തരത്തിൽ സമാധാനത്തോടുകൂടി പ്രശ്നം പരിഹരിക്കണമെന്ന സൂചന കൂടി നൽകിയ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. സുധാകരനും വലിയ തരത്തിൽ തരൂരിനെ അറ്റാക്ക് ചെയ്തില്ല. തരൂര് കാര്യങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ തരൂരിനെ സംബന്ധിച്ച് ഈ മുന്നണി പാർട്ടി വിട്ടു പോകുമെന്നോ കോൺഗ്രസിന് വെല്ലുവിളിയാകുമെന്നോ എന്ന തരത്തിൽ സുധാകരനും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ തരൂരിനെ അനുനയിപ്പിക്കുക, അതായത് വലിയ പ്രകോപനത്തിന് പോകാതെ തരൂരിൻ്റെ നീക്കം എന്താണ് എന്നതാണ് കേരളത്തിലെ നേതാക്കൾ നോക്കുന്നത്. അത് തന്നെയാണ് പ്രധാന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം നാം വായിച്ചെടുക്കേണ്ടത്. ലോക്കൽ പൊളിറ്റിക്സിൽ ഞങ്ങൾക്കുള്ള അറിവ് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അദ്ദേഹത്തിന് അറിവുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കണം, ആരെയും നമ്മൾ ഇടിച്ചു കാഴ്ത്തരുത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോൾ പാർലമെൻറ്റിലെ ഡിബേറ്റുകളിലൊക്കെ കുറേ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പാർട്ടി പ്രയോജനപ്പെടുത്തണം. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്വകാര്യ സർവകലാശാലകൾ വരികയാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വ്യവസായ സംരംഭങ്ങളൊക്കെ വരുന്നൊരു സന്ദർഭത്തിൽ അങ്ങനെയുള്ളവരുടെ വോട്ടും ഇത്തവണ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതായത് യങ് ജനറേഷൻ. അപ്പോൾ അവരെയൊക്കെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതും കൂടെ പ്രയോജനപ്പെടുത്തും. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടുതൽ നാഷണൽ പൊളിറ്റിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടുതൽ കഴിയുക. ഇവിടെ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ പോരെ. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ശ്രീ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. തരൂര് ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ നേതൃത്വം പരാജയമാണ് എന്നതാണ്. അതുകൊണ്ട് ഒപ്പം തന്നെ UDF-ലെ ഘടകകക്ഷികൾ അതൃപ്തരാണ് എന്നും തരൂര് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാ ചോദ്യമുനകളും പ്രതിക്കൂട്ടിൽ വരുന്നത് സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. അത് ഈ വലിയ തരത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ അപകടം നേതൃമാറ്റത്തിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത ണ്ട് എന്ന് നേതാക്കൾ ഭയക്കുന്നു. മാത്രമല്ല, മുരളീധരൻ അടക്കം പറഞ്ഞ നേതാക്കൾ ഇന്ന് പറഞ്ഞത് തരൂരിന് ദേശീയ രാഷ്ട്രീയത്തിലാണ് വലിയ തരത്തിൽ തരൂരിന് പ്രസക്തിയുള്ളത് എന്ന് അവരൊക്കെ വ്യക്തമാക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തരൂർ വന്നാൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ നേതാക്കൾക്ക് ഉണ്ടാകുന്ന പദവികളിൽ ഉണ്ടാകുന്ന നഷ്ടവും തരൂർ ഉയർത്തുന്ന വെല്ലുവിളികളും നേതാക്കളെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് പോകാതെ ഹൈക്കമാൻഡ് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തരൂരിനോട് ഇന്ന് ചോദിച്ചപ്പോഴും തരൂർ പറഞ്ഞത് താൻ കാര്യങ്ങൾ വ്യക്തമാക്കാം, പാർട്ടി വിടാൻ പോവുകയാണോ എന്ന് പറഞ്ഞപ്പോൾ തരൂര് നോ കമൻസ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തരൂര് ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ കൂടുതൽ സജീവമാവും. ഹൈക്കമാൻഡിന് ഇതിൽ ഇടപെടേണ്ടി വരും. ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള തരൂരിൻ്റെ പ്രതികരണവും. അസിത. ശരി, നിരൂപൻ ചക്രവർത്തിയാണ് വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.